മുൻപൊക്കെ മേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ കയ്യിലുള്ള മേക്കപ്പ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ടായിരുന്നത് മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്, കാജൽ ഇത്രയും മാത്രമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് മേക്കപ്പ് ബിഗിനേഴ്സ് വീഡിയോസ് ഒക്കെ കണ്ട് എനിക്കും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് പർപ്പിൾ ആപ്പിൽ നിന്നാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ മേക്കപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ആദ്യം യൂസ് ചെയ്യുന്നത് ടോണറാണ്. ഞാൻ അലോവേര ഹൈലറോണിക് ആസിഡ് ഹൈഡ്രേറ്റിംഗ് ടോണറാണ് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ഫേസ് കുറച്ച് ഡ്രൈ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഹൈലറോണിക് ആസിഡ് ഉള്ള ടോണർ നോക്കിയത്. അതാകുമ്പോൾ കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആണല്ലോ, പിന്നെ അലോവേര ആയത് കാരണം നല്ല സൂതിങ് ഇഫക്റ്റും ഒക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അടുത്തത് ഒരു ഫേസ് സീറമാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി സീറമാണ്. ഇത് ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് ഡെർമാക്കോയുടെ 5% വിറ്റമിൻ സി ഫേസ് മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. അതും ഡെർമാക്കോയുടെ തന്നെയാണ്. ഹൈലറോണിക് സൺസ്ക്രീൻ ജെൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ കാണിച്ചതൊക്കെ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളിൽ ഫസ്റ്റ് വൺ ഈ കളർ കറക്റ്ററാണ്. ഇത് നമ്മുടെ സ്പോട്ട് ഫേസിലുള്ള ഓരോ സ്പോട്ടൊക്കെ നമുക്ക് മാറ്റാനും പിന്നെ കോണ്ടൂർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് എൻവൈബയുടെ 4-in-1 പ്രൈമർ ആണ്. ഇത് നമ്മുടെ പോർസ് ഒക്കെ മിനിമൈസ് ചെയ്യാനും പിന്നെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫിറ്റ്മിയുടെ ഈ ഫൗണ്ടേഷൻ ആണ്. ഞാൻ ട്രയൽ ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് ഏറ്റവും ചെറുതായിരുന്നു നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 16 hours ഓയിൽ കൺട്രോൾ ഒക്കെ ഉണ്ട്. ഒരു മാറ്റ് ഫിനിഷിലുള്ള ഫൗണ്ടേഷനാണിത്. അടുത്തത് ഒരു ഐഷാഡോ പാലറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്, സ്വിസ് ബ്യൂട്ടിയുടെ. ഇതൊരു ബേസിക് കളേഴ്സ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്തത് ഒരു മസ്കാരയാണ്, ബ്ലൂ ഹെവന്റെ ലാഷ് ട്വിസ്റ്റ് കേർലിംഗ് മസ്കാര. ഇൻസൈറ്റിന്റെ ഐബ്രോ പെൻസിലാണ്. പിന്നെ ഒരു കാജലാണ്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഈ സ്റ്റിക്കായിരുന്നു. ഇപ്പം അതുകൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ഡാസ്ലറിന്റെ ഐലൈനർ കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഡാസ്ലറിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഡസ്കി സ്കിൻ ടോണിനൊക്കെ നല്ല അടിപൊളിയാണ്. ഹേസൽനട്ട് കപ്പ് എന്ന് പറയുന്ന ആ ഷെയ്ഡിലുള്ളതാണിത്. ഏകദേശം അതേ ഷെയ്ഡിൽ തന്നെ വരുന്ന ഇൻസൈറ്റിന്റെ ഒരു ലിപ് ലൈനർ ആണ് ഇത്. മറ്റൊരു ലിപ്സ്റ്റിക്ക് കൂടി വാങ്ങിയിട്ടുണ്ട്, ലാക്മേയുടെ ബർഗണ്ടി പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ളതാണ്. ഇതും ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ നല്ല ചേർച്ചയുള്ളതാണ്. പിന്നെ ഒരു ലിപ് ബാം ആണ് വാങ്ങിയിട്ടുള്ളത്. ഇനിയുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മേക്കപ്പ് ഫിക്സർ ആണ്. ഇത് എത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനിയും എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ മേക്കപ്പ് എല്ലാം ചെയ്ത് നോക്കി കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.